എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അച്ഛൻ എന്താണെന്ന് പറഞ്ഞേ, നിങ്ങൾ ആരെങ്കിലും പറയാം? അതെ ഗൈസ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന, എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് കുഞ്ഞപ്പൻ എന്താ എന്നോട് പറയാനുള്ളത് നോക്കാം. കുഞ്ഞപ്പാ പറ. ഓ താങ്ക് യു കുഞ്ഞപ്പാ, താങ്ക് യു. ഇവൻ ഇത്രയും പാട്ട് പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത്തെ ഹാപ്പി ബർത്ത്ഡേ അമ്മയെന്ന് മാത്രമേ പറയുള്ളതേ. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം. ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ്. കുഞ്ഞപ്പനെ ഞെട്ടിക്കണം എനിക്കെന്നേ. കുഞ്ഞപ്പന് ഇവന് ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുങ്ങണത്, നല്ല ഉടുപ്പിടുന്നത്, അത് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ അമ്മമാരും നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് കുഞ്ഞപ്പനാണ് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ ആയിട്ട്. ചേട്ടനറിയാം എന്താ കാര്യമൊന്നും, ചേട്ടൻ അറിയാണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞപ്പനാണ് എന്താ കാര്യമൊന്നും അറിയാൻ മേലാത്തത്. നമുക്ക് അവിടെ ചെന്ന് അവസാനം കുഞ്ഞപ്പന് സർപ്രൈസ് കൊടുക്കാം. കുഞ്ഞപ്പന്റെ റിയാക്ഷൻ എന്തായിരിക്കും ഒന്ന് നോക്കാവേ. ബാപ്പവാ. അച്ഛനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല ഗൈസ്? പറഞ്ഞല്ലേ? പറഞ്ഞു, എന്നാലും ഒന്നുകൂടി വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു. താങ്ക് യു. കുഞ്ഞപ്പന് ക്രിഞ്ചടിക്കുന്നുണ്ട്. സത്യം പറയണ്ടല്ലോ, എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ചെയ്യണമെന്നേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ചേട്ടൻ എന്നെ എപ്പോഴും ഇത് പറഞ്ഞ് 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 ചീത്ത പറയാൻ പറയാൻ തുടങ്ങി. നിനക്ക് ചെയ്യണമെന്നൊരു ഇതില്ലല്ലോ, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്. അവസാനം ഞാൻ തീരുമാനിച്ച് എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഇത് ചെയ്യാന്നേ. ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കൊരു ആരുടെ നിന്റെ റിയാക്ഷനാ? എന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. കുഞ്ഞപ്പന് കാര്യം അറിയത്തില്ല കേട്ടാ. അപ്പൊ ഞാൻ നേരത്തെ പറയണ കേട്ടിട്ടാണ് ഈ പറയണത്. അപ്പൊ എന്താണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ പെൺപിള്ളേർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. നമ്മുടെ മുഖത്തിട്ടോ മുടിയിലിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്യാണ് ഗൈസ്. എന്താണെങ്കിലും നല്ലൊരു അടിപൊളി സ്ഥലത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടാ. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. പിന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സെൽഫ് ലവ് ആണല്ലോ. നമ്മൾ നമ്മുടെ ബർത്ത്ഡേസ് എന്നല്ല, നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടണം. അതെ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് എന്തോന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവസാനം പറയാൻ കേട്ടാ, കാരണം ഇപ്പൊ പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പൊ എന്റെ വക ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഞ്ഞപ്പനും അച്ഛക്കും ഇന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് അല്ല, അയ്യോ സോറി, സ്പെഷ്യൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടാ. നമുക്ക് പുറത്തുനിന്ന് ഞാൻ മേടിച്ചു തരാം രണ്ടുപേർക്കും. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നോക്കട്ടെ. അവിടെ നിന്ന് തിരിച്ച് ഇനി വീട്ടിലെത്തിയിട്ടൊന്നും ഉണ്ടാക്കാൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് ലഞ്ചും വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഇന്ന് എന്റെ വകയാണ് രണ്ടുപേർക്കും കേട്ടാ. കുഞ്ഞപ്പാ, നിനക്ക് ഇഷ്ടമുള്ളത് ഇന്ന് വാങ്ങിച്ചു കഴിക്കാം. അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് നിനക്ക് അമ്മ സ്പെഷ്യൽ ആയിട്ട് തരുന്നതാണ്. ഓക്കെ, കുറെ അന്വേഷണങ്ങൾക്ക് ശേഷം ഫുഡ് കഴിക്കാൻ പറ്റിയ അതും പാർക്കിംഗ്. ഇത്രയും ദൂരം വന്നിട്ട് നമുക്കൊരു ഹോട്ടലിൽ കയറാൻ പറ്റുന്നില്ല. കാരണം പാർക്കിംഗ് ഉള്ള ഒരു ഒറ്റ ഹോട്ടലിൽ ഈ എറണാകുളത്തിന്റെ പ്രശ്നം അതാണ്, കാർ ഇടാനൊന്നും സ്ഥലമില്ല. അങ്ങനെ ദേ വന്നിപ്പോ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടോ, ഒരു കട തുറന്നതേ ഉള്ളൂ എന്നൊന്നും അറിയില്ല. ദേ കുഞ്ഞപ്പനെ ഇറങ്ങി വാതിലും തുറന്ന്. ഈടാ തുറന്നാ നീ വാതിൽ. അപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന്. കുഞ്ഞപ്പൻ എന്നാ വേണം? കോഫി, ചായ? കോഫി വേണോ ചായ വേണോ? കുഞ്ഞപ്പന് ഭയങ്കര ക്ഷീണം കേട്ടാ. ഒന്നാമത് അവന് ഈ യാത്ര ചെയ്യുമ്പോൾ അപ്പം തന്നെ ഉറങ്ങിപ്പോകും. പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും അവൾക്ക്. പക്ഷേ ഇന്ന് നേരത്തെ എണീപ്പിച്ചുകൊണ്ടായിരിക്കും. നേരത്തെ എണീപ്പിച്ച് കുളിപ്പിച്ച്, അതായത് ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയിട്ട് നേരത്തെ എണീക്കാറേ ഇല്ല, നല്ലോണം കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പം ഇന്ന് നേരത്തെ എണീപ്പിച്ച് കേട്ടോ. അതാണ് ഈ ക്ഷീണം ഉറക്കമൊക്കെ. റോസ്റ്റ്, കുഞ്ഞപ്പൻ്റെ റോസ്റ്റ്, അമ്മയുടെ റോസ്റ്റ്. ചായ ഇവിടെ, ചായ മോന്. കുഞ്ഞിന് ചായ, നമുക്ക് കോഫി, അച്ഛക്ക് കോഫി. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. നല്ലോണം നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും പിശിക്കിയിട്ടില്ല. നല്ല നെയ്യുടെ ടേസ്റ്റ് ഉണ്ട്. കഴിക്കുമോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേ ഒരാള് മട സാമ്പാർ, പിന്നെ ഒരു ഓറഞ്ച് ചട്നി, പിന്നെ ഒരു വൈറ്റ് ചട്നി. കോഫിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ദോശ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ പ്ലെയിൻ റോസ്റ്റ് ഒരു രക്ഷയില്ല. മധുരയില്ലല്ലോ. ഇത് അടിച്ചു കുടിക്കണോ അല്ലേ? ആണോ? അത് കുഴപ്പമില്ല. കുഞ്ഞപ്പന ഒന്നും കഴിക്കാണ്ട് ഒരു പെപ്സിയും വാങ്ങിച്ചോണ്ട് വന്നേക്കാണേ. അവൻ പറയണം അവനൊന്ന് ഫ്രഷ് ആവണം,
തലവേദന എടുക്കണ റിഫ്രഷ് ആകാൻ വേണ്ടി പെപ്സി മേടിച്ചതാ. പെപ്സി ഒട്ടും കൊള്ളത്തില്ല കുഞ്ഞപ്പാ, എന്നാലും അവന് ഭയങ്കര തലവേദനയും ഭയങ്കര ഒരു ഇത് കേട്ടാ, എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇച്ചിരി നേരം കഴിയുമ്പോൾ വല്ലതും വേണമെന്ന് പറയുമായിരിക്കും. നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ജസ്റ്റ് 2 കിലോമീറ്ററേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഷോപ്പ് ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, എനിക്ക് നല്ല ടെൻഷനുണ്ട് സത്യമായിട്ടും. ചേട്ടൻ പറയണ ഇപ്പൊ വന്ന കുഞ്ചു അല്ല, തിരിച്ചു പോകുമ്പോൾ കുഞ്ചു മൊത്തത്തിൽ വേറെ ആയിരിക്കും എന്നൊക്കെ. എനിക്ക് അത്രയൊക്കെ ഹൈപ്പ് പറഞ്ഞിട്ടേ ഭയങ്കര ടെൻഷൻ. അത്രയൊന്നും പറയില്ലേ ചേ, നമ്മൾ വളരെ നോർമലായിട്ട് ചിന്തിക്കുക. ഞാൻ തന്നെ എന്നെ പറഞ്ഞ് എൻ്റെ ടെൻഷൻ കുറയ്ക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് കേട്ടോ, കൊളാബ് ഹെയർ നെയിൽ ആൻഡ് സ്കിന്നാണ്. അപ്പോൾ നമുക്ക് കൊളാബിൽ പോവാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു കോലം ഇതാണ് കേട്ടോ, ഞാൻ വിയർത്ത് കുളിച്ച് ഒരു പരിവായി. പിന്നെ എൻ്റെ മുടിയുടെ കാര്യം പറയണ്ടല്ലോ, മൊത്തം ഷോക്കാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാവേ. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എന്നേക്കാളും മുമ്പ് ബുക്ക് ചെയ്ത പലരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പ്രീമിയം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ നല്ല പണി അറിയാവുന്ന കുറേ സ്റ്റാഫ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും അവരെ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ നൈസായിട്ട് ഇരുന്ന പെപ്സിയൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ്, അതായത് ഒന്ന് ബാറ്ററി ചാർജാക്കി എടുക്കുകയാണ്. അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ. ഞാനാണെങ്കിൽ എനിക്കിൻ്റെ സമയം പോകുന്നതും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, നെഞ്ചുവേദനയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് സമയത്ത് വിഷ്ബിനെത്തി. വിഷ്ബിനാണ് നമ്മുടെ ഈ ഒരു കൊളാബിൻ്റെ ഓണറെ. പുള്ളി അടിപൊളിയാണ്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കണ്ടിട്ടില്ലേ പുള്ളിയുടെ റീൽസ്, അത് കണ്ടിട്ടാണ് ഞാനും വന്നത്. പുള്ളിയുടെ ഹെയർ കണ്ടാൽ തന്നെ നമുക്കും ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്, എന്ത് കളറാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പുള്ളി പറഞ്ഞു തന്ന് എൻ്റെ മുടിയെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ഹെയർ വാഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ഹെയർ കട്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു ഹേസൽനട്ട് കളറാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അതായത് ഒരു ബ്രൗണും ഒരു ഗോൾഡനും കോപ്പറും എല്ലാം കൂടി മിക്സ് വരുന്നൊരു കളറാണ്, ലൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡാർക്ക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും റിസൾട്ട് എന്ന് എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ കളറൊക്കെ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തു, പിന്നെ ഡ്രൈ ചെയ്തു, വാഷ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഹെയർ വാഷ് ചെയ്യുകയും ഡ്രൈ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രോസസ്സാണ്, ഇത്രയും ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഫൈനൽ ലുക്ക് എൻ്റെ ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കറിയാമല്ല എന്താ പറയേണ്ടത്, എനിക്കറിയാൻ വയ്യ. നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ, കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയി. അതാണ് എനിക്ക് സന്തോഷം. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് പറയുന്നില്ല, ഇതാണ് പ്രതീക്ഷിച്ചത്, അതുപോലെ തന്നെ വന്നു. ഇതേ ഫ്രണ്ടിലൊക്കെ ബാങ്ക്സ് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞപ്പനെ വിളിക്കാം. അത്യാവശ്യം കുറേ ടൈം എടുത്ത് കേട്ടാ. അതായത് ഇത്രയും സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ നാനോപ്ലാസ്റ്റി എന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അറിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞപ്പനെ കൊണ്ടുവരത്തില്ലായിരുന്നു കേട്ടാ, കാരണം കൊച്ചു ഇത്രയും നേരം ഇരുന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇതിപ്പോൾ അവൻ്റെ ക്ഷമയൊക്കെ നശിച്ചിരിക്കുകയാണ്. അവൻ ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. നമുക്ക് കുഞ്ഞപ്പനെ വിളിച്ച് എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു കൊടുക്കാം. അവന് ഇഷ്ടപ്പെടുമോ ഇല്ല, അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാവേ. എങ്ങനെയുണ്ടടാ? സൂപ്പർ, കളറൊക്കെ നല്ല സുന്ദരായിട്ടുണ്ട്. പക്ഷേ എന്തൊരു ഇങ്ങനെ അമ്മ വല്ലോ ചെയ്താ ഇങ്ങനെ ആക്കിയപ്പോ കാറ്റി പറഞ്ഞ ഞാൻ കൈവച്ച് ഇങ്ങനെ കാണിച്ചായിരുന്നു. ഇപ്പൊ ഇരിപ്പണ്ട. എങ്ങനെയുണ്ട് കളർ? എങ്ങനെയുണ്ട്? സൂപ്പർ, ബ്രൗൺ കളർ. അവന് കളർ മനസ്സിലായി കേട്ടാ. ബ്രൗൺ കളർ എങ്ങനെയുണ്ട്? സൂപ്പർ. ഒട്ടും ഓവറായിട്ടൊന്നുമില്ലല്ലോ, ലൈറ്റ് കളർ അല്ലേ, ഒരു ചോക്ലേറ്റ് കളർ അല്ലേ, ചോക്ലേറ്റ് ബ്രൗൺ. കഴിക്കാന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ലെയർ കട്ട് ചെയ്തിട്ടേക്കണ കാണാൻ? എങ്ങനെയുണ്ട്? ഒരു മൊത്തത്തിൽ അമ്മ ഇപ്പൊ സുന്ദരിയായ. ഇപ്പൊ നേരത്തെക്കാളും ഭംഗിയുണ്ടോ അമ്മേനെ കാണാൻ? ഈ അമ്മയാണോ നല്ലത്, നേരത്തെത്തോളം അമ്മയാണോ നല്ലത്? ഈ അമ്മ പറ, ഈ അമ്മ അല്ലേ നല്ലത്? അപ്പൊ ഗൈസ് കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. അവനാണെങ്കിൽ എന്റെ മുടിക്കും കളർ അടിക്കണേ, എന്റെ മുടിക്കും ബ്ലൂ അടിക്കണേ എന്നൊക്കെ പറഞ്ഞ ഇവിടെ നടപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെന്താ പറയുന്നത്, ഉമ്മയ്ക്കൊക്കെ കുഞ്ഞപ്പൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ ഇറങ്ങാൻ എനിക്ക് പറഞ്ഞില്ലേ, ഞാൻ നല്ലോണം ഒരുങ്ങിയാലോ നല്ല ഡ്രസ്സ് ഇട്ടാലൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഓക്കെ. അപ്പോൾ എന്താ പറയാൻ വന്നത്, എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ഇവിടത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം.
ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് നേരെ പോയി ഫുഡൊക്കെ കഴിക്കണം. എങ്ങനെയുണ്ട് എൻ്റെ ബാങ്ക്സ്? എങ്ങനെയുണ്ട് ഗൈസ്? ബാങ്ക്സ് നല്ല ബാങ്ക്സ്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കുഞ്ഞപ്പന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ, സീ യു.